അടുത്തായിട്ട് നമുക്ക് 0.8 പവർ ഫാക്ടർ ലാഗ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ലാഗിൻ്റെ കേസിൽ കോസ് 5 0.8 സൈൻ 5 0.6. അപ്പോൾ 5 കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ കോസ് ഇൻവേഴ്സ് എടുക്കുക 36.87. ഓക്കെ, എന്നിട്ട് E1ൻ്റെ ഇക്വേഷൻ പഠിച്ച് വെക്കുക. E1 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി കോസ് 5 പ്ലസ് IA ഹോൾ സ്ക്വയർ പ്ലസ് വി സൈൻ 5 പ്ലസ് IAXL ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ RAAC അതായത് റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്, അതിൻ്റെ വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാല്യൂ ഇങ്ങനെ കിട്ടുന്നത് RAAC എന്ന് പറയുന്നത് 3.25 × 1.5 4.882. ഓക്കെ, RAAC. ഇനി അടുത്ത ആർമേച്ചർ കറണ്ട് IA, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ P/√3 VL. P എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവറാണ്. 5 HP വാട്ട്സിലേക്ക് മാറ്റാൻ 5 × 746/√3 × 415 ചെയ്യുമ്പോൾ 5.18 ആംപിയർ. അത് മാറത്തില്ല. റേറ്റഡ് ആർമേച്ചർ കറണ്ട് ഓൾട്ടർനേറ്ററിൻ്റെയാണ് ഈ 5.18. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ E1ലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വി അറിയാം. വി എന്ന് പറഞ്ഞാൽ 415/√3 239.6 കോസ് 5.8 പ്ലസ് ഐയുടെ വാല്യൂ 5.18 × RA സ്ക്വയർ പ്ലസ് വി സൈൻ 5 കോസ് 5.8 ആകുമ്പോൾ സൈൻ 5.6 ആണ് പ്ലസ് IA × XL. IA × XL ഇവിടെ കിട്ടിയ ഈ വാല്യൂ ഇല്ലേ, അതിട്ട് കൊടുക്കുക അതേപടി. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് E1-നൊരു വാല്യൂ കിട്ടും, ഒരു വോൾട്ടേജ് കിട്ടും E1. ആ വോൾട്ടേജ് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ വോൾട്ടേജ് കിട്ടിയതിന് ശേഷം ആ വോൾട്ടേജിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് എടുക്കുക. ആ വോൾട്ടേജ് വാല്യൂ ഇവിടെ നിന്ന് എടുത്തിട്ട് അത് വന്ന് OCC വന്ന് മുട്ടിക്കുക. ഈ OCC വന്ന് മുട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫീൽഡ് കറണ്ട് കിട്ടും. ഓക്കെ, ആ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നതാണ് IF1. അത് നോട്ട് ചെയ്യുക.